നോമ്പിന് വത്തക്കില്ലാണ്ട് ചിന്തിക്കാനേ പറ്റൂല എനിക്ക്. അതുവരെ വത്തക്കനെ ഞാൻ മൈൻഡ് ചെയ്യില്ല എന്നല്ല, അതുവരെ എനിക്ക് വത്തക്ക ഇഷ്ടമാണ്. പക്ഷെ നോമ്പിന് ഒന്നുകൂടി എനിക്ക് വത്തക്കനെ ഇഷ്ടമാണ്. ഈ നോമ്പ് പിടിച്ചു കഴിഞ്ഞിട്ടുള്ള ആ ക്ഷീണം മാറണമെങ്കിൽ ഈ വത്തക്ക ഒരു കഷ്ണം കഴിച്ചേ പറ്റൂ. എന്തായാലും വത്തക്ക കരിഞ്ഞ് വെച്ച് നേരെ ഉമ്മ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ നോക്കിന്ന്. ഇന്ന് നമുക്ക് അടയും പിന്നെ കബാബും ആയിരുന്നു. അത് കഴിഞ്ഞപ്പം വേഗം വത്തക്ക ഡ്രിങ്ക് തന്നെ ഉണ്ടാക്കി. ഇന്ന് നമ്മളവിടെ ലോഡ്സ് ഓഫ് വത്തക്ക ഉണ്ട്. അതെല്ലാം സ്കൂപ്പ് ചെയ്ത് അങ്ങോട്ട് കുറച്ച് പഞ്ചസാര അങ്ങോട്ട് ഇട്ട് അതടിച്ച് അങ്ങോട്ട് തരിച്ച് കഴിഞ്ഞാണ്ടല്ലോ അടിപൊളി വത്തക്ക ജ്യൂസ് കിട്ടി. പിന്നെ നമ്മൾ പപ്പായമലേക്ക് വന്നത്. ഈ പപ്പായ ഇങ്ങനെ ഒരിക്കലും പരിപാടി എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്തായാലും ഉരിച്ച് സെറ്റാക്കി എല്ലാ കാര്യങ്ങളും അങ്ങ് ടേബിളിൽ അങ്ങ് നിരത്തി വെച്ച് കഴിഞ്ഞാലൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഇന്ന് നമുക്ക് മുട്ട കബാബും അതുപോലെ തന്നെ അടയാനും. അപ്പോഴത്തേന് ഇറാബി വന്നിട്ടുണ്ട്. ഇറാബി വന്ന് ഓളുടെ സ്ഥലം ആദ്യം തന്നെ പിടിച്ച് ബാങ്കും കൊടുത്ത് നേരെ നോമ്പ് തുറന്ന് കബാബ് ഒന്ന് ചമ്മന്തി വെച്ചിട്ടില്ലായിരുന്നു, അതും കഴിച്ച്. പിന്നെ മെയിൻ കോഴ്സ് ആയിട്ടുണ്ടായിരുന്നത് നല്ല മുളകിട്ട കറിയും അതുപോലെ തന്നെ നേരിയ പത്തിലായിരുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പോ ഒരു അടാരായിരുന്നു. എനിക്ക് വല്ലാണ്ട് നേരിയ പത്തിനോട് അങ്ങ് താല്പര്യമില്ല. പക്ഷേ ഇതൊക്കെ കണ്ട് എങ്ങനെ കഴിക്കാതൊക്കെ. എന്തായാലും നമ്മുടെ 6ാമത്തെ നോമ്പും നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.